ഈ മണ്ടൻ ഒരു ഗ്രനേഡ് എറിഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ പേടിച്ചില്ല. അത് പൊട്ടിത്തെറിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം തിരികെ എറിഞ്ഞത് ഒരു വണ്ടിയിൽ കൊണ്ട് തിരികെ വന്ന് പൊട്ടിത്തെറിച്ചു. പക്ഷെ അദ്ദേഹം മരിച്ചില്ല. ഒന്നും സംഭവിക്കാത്തതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു. പിറ്റേ ദിവസം കവർച്ചക്കാർ തിരിച്ചുവരുന്നത് കാത്ത് അദ്ദേഹം ബാങ്കിന് പുറത്തുനിന്നു. അവർ സീലിംഗിലേക്ക് വെടിയുതിർത്ത ഉടനെ സെക്യൂരിറ്റി ഗാർഡ് അവരെ തടയാൻ പോലും ശ്രമിച്ചില്ല. അദ്ദേഹം തന്റെ തോക്ക് ദൂരേക്കെറിഞ്ഞ് തറയിൽ കിടന്നു. എന്നിട്ട് അത്താഴത്തിന് എന്ത് കഴിക്കണം എന്നതിനെക്കുറിച്ച് ആ മനുഷ്യനോട് ലാഘവത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അതൊരു ഗെയിം ലോകമാണെന്നും ആ മനുഷ്യൻ വെറുമൊരു NPC ആണെന്നും പിന്നീട് മനസ്സിലായി. യഥാർത്ഥ കളിക്കാരുടെ വിനോദത്തിനായി ദിവസവും കൊല്ലപ്പെടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. കറുത്ത കണ്ണട ധരിച്ചവരെല്ലാം യഥാർത്ഥ കളിക്കാരായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യന് തന്റെ പ്രോഗ്രാമിംഗ് അനുസരിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ഒരു ദിവസം തെരുവിലൂടെ നടന്നുപോകുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്രണയത്തിലായി. അവൾ ഒരു യഥാർത്ഥ കളിക്കാരിയാണെന്നും അതിനാൽ അകന്നു നിൽക്കണമെന്നും സുഹൃത്ത് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കേട്ടില്ല. നിയമങ്ങൾ ലംഘിച്ച് അദ്ദേഹം അവളെ പിന്തുടർന്നു. അദ്ദേഹത്തിന് അവളെ പരിചയപ്പെടണമായിരുന്നു. എന്നാൽ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ട്രെയിൻ പാഞ്ഞുവന്നു അയാളെ തട്ടി. അതൊരു വിർച്വൽ ലോകമായതുകൊണ്ട് അദ്ദേഹം വീണ്ടും ജീവനോടെ തിരിച്ചുവന്നു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.